നമസ്തേ, യോഗ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആശ. നമ്മളിന്നിവിടെ കാൽമുട്ട് വേദനയുള്ളവർക്ക് യൂസ്ഫുള്ളാകുന്ന കുറച്ച് യോഗ പ്രാക്ടീസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിലത്തിരുന്ന് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിലിരുന്നിട്ടോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കാല് നീട്ടി വെച്ച് ചെയ്യാവുന്നതാണ്. ഇനി സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മതിലിൽ ചാരി ഇരുന്നിട്ട് കാല് മുന്നിലോട്ട് നീട്ടി വെച്ചിട്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ പ്രാക്ടീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സാവധാനം നമുക്ക് യോഗ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് കാലുകൾ രണ്ടും മുന്നിലോട്ട് നീട്ടി ദണ്ഡാസന സ്ഥിതിയിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. കൈകൾ രണ്ടും ശരീരത്തിൻ്റെ വശങ്ങളിൽ കൈവിരലുകൾ മുന്നിലോട്ട് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. സ്പൈനെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്ത് ഇരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു സ്ഥിതിയിൽ ഇങ്ങനെ ഇരിക്കാതെ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ കാൽമുട്ടിനടിഭാഗം എന്തോരം നമുക്ക് ആ മാറ്റിലോട്ട് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കാൻ പറ്റുമോ ആ രീതിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഹീൽസ് അല്പം ഉയർന്നായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. സാധാരണ നമ്മൾ ഇരിക്കുമ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റിയുടെ ഭാഗം താഴെ പതിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ കാൽമുട്ടിനടിഭാഗം നന്നായിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന രീതിയിൽ വെക്കുന്ന സമയത്ത് കാലിൻ്റെ ഹീൽസ് അല്പം ഉയർന്നിരിക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ നമ്മൾ കുറച്ച് നേരം ഒരു 10 സെക്കൻഡ്സ് ആദ്യം ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. 2, 3, 4, 5, 6, 7, 8, 9 and 10. ഇനി ഒന്ന് റിലീസ് ചെയ്യുക. ഇനി നമ്മൾ ഇതേപോലെ കാലിന് മുട്ടിനടിഭാഗം എന്തോരം നിങ്ങൾക്ക് താഴോട്ട് അമർത്തി വെക്കാൻ സാധിക്കുമോ ആ രീതിയിൽ അമർത്തി വെച്ചുകൊണ്ട് കാലിൻ്റെ പാദം മുന്നിലേക്കും പിന്നിലേക്കും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 2, 3. ശ്വാസത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്വാസം എടുത്തുകൊണ്ട് കാല് മുന്നിലേക്കും വിട്ടുകൊണ്ട് പിന്നിലേക്കും ആ രീതിയിൽ ചെയ്യാം. 5, 6, 7, 8, 9 and 10. ഓക്കെ, ഒന്ന് റിലീസ് ചെയ്യാൻ തോന്നുമ്പോൾ ഉപ്പൂറ്റി താഴോട്ടിട്ട് റിലീസ് ചെയ്തോളൂ. സാവധാനം ഒന്നുകൂടി കാലിൻ്റെ ഉപ്പൂറ്റി ഉയരുന്ന രീതിയിൽ കാൽമുട്ടിനടിഭാഗം നന്നായിട്ട് താഴോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ശേഷം മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്തു. നോർമൽ ബ്രീത്തിങ്. 1, 2, 3, 4 and 5. പിന്നിലേക്ക് 1, 2, 3, 4 and 5. റിലീസ് ചെയ്യുക. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് 5 മുതൽ 10 തവണ റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ നമ്മൾ ഇതിൻ്റെ തന്നെ വേറൊരു വേരിയേഷനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. ഒരു കട്ടിയുള്ള ടവല് ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ. ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു 1 ഫിംഗർ, ഒരു കൈ വിരലിൻ്റെ അത്രയും തിക്നെസ് പറയുകയാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് ഇത് തന്നെ കാൽമുട്ടിന് തൊട്ടടിയിൽ വരുന്ന രീതിയിൽ വെക്കുക. അപ്പോൾ നാച്ചുറലി കാലല്പം ഉയർന്നായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതേ മൂവ്മെൻറ്റ് ഒന്നുകൂടി ചെയ്യാം. കൈ ഇനി ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാണ്ട് സ്ട്രെയിൻ തോന്നുന്നുണ്ടെങ്കിൽ കൈ കുറച്ചൊന്ന് ബാക്കിലോട്ട് സ്ലൈഡ് ചെയ്ത് വെച്ച് റിലാക്സ് ചെയ്ത് വേണമെങ്കിൽ ഇരുന്നുകൊണ്ടും ഈ ഒരു പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുക. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ബാക്കിലേക്കൊന്ന് വെച്ചുകൊണ്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാം. ആ രീതിയിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചെയ്ത പോലെ തന്നെയാണ്. മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്തു, പിന്നിലേക്ക്. 2, 3, 4 and 5. ഞാൻ 5 തവണയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ 10 കൗണ്ടെങ്കിലും മിനിമം ചെയ്യാൻ ശ്രമിക്കുക. പറ്റുകയാണെങ്കിൽ 20 അല്ലെങ്കിൽ 30 കൗണ്ട് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് അതേപോലെ കാല് വെച്ചു. കാല് ഉയർന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, 1, 2, 3, 4 and 5. റിലീസ് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞതുപോലെ ആ ഒന്ന് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ കാലിൻ്റെ ഉപ്പൂറ്റി ഉയർന്നാണ് ഇരിക്കുന്നത്. കൈകൾ വശങ്ങളിലോ റിലാക്സ് ചെയ്തിടണമെന്നുള്ളവർ ഈ രീതിയിൽ വെക്കാം. കംഫർട്ടബിൾ ആണെങ്കിൽ കൈകൾ വശങ്ങളിൽ കുത്തിവെച്ച് സ്പൈൻ സ്ട്രെയിറ്റ് ചെയ്ത് വെക്കുക. മുന്നിലോട്ടൊന്ന് കാലിൻ്റെ വിരലുകൾ, കാലിൻ്റെ ടോസ് മുന്നിലോട്ട് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ അവിടെ 2, 3, 4 and 5. പിന്നിലേക്ക് 1, 2, 3, 4, 5. റിലീസ് ചെയ്യുക.
ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ കാണിച്ചു തരാം. ഈ ഒരു മൂവ്മെൻറ്റും നിങ്ങൾക്ക് 2-3 തവണ മിനിമം ചെയ്യാൻ ശ്രമിക്കുക. 10 തവണ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. മുന്നിലോട്ട് 1, 2, ഇടത് കാലാണ്, 3, 4 and 5. ബാക്ക് സൈഡ് 1, 2, 3, 4 and 5. റിലീസ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു നീ ജോയിൻസിലും നമ്മുടെ തൈ മസിൽസിന് ക്വാഡ്സിലും എല്ലാം ആ ഒരു സ്ട്രെങ്തനിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു മസിൽസ് നന്നായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ യൂസ്ഫുള്ളാണ് നീ പെയിൻ ഉള്ളവർക്ക്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, കാലൊന്ന് അല്പം മുട്ടുമടക്കി കൈ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്ത് കാൽമുട്ടിനടിയിലായിട്ട് കൂട്ടിപ്പിടിക്കുന്ന രീതിയിൽ പിടിച്ചു. ശേഷം വലത് കാല് മുട്ടുമടക്കുക, ഇൻഹേൽ ചെയ്തുകൊണ്ട് മുട്ട് നിവർത്തുക, എക്സേൽ ചെയ്തുകൊണ്ട് മടക്കുക. ഓക്കെ, എന്തോരമാണോ ഓരോരുത്തരുടെ റേഞ്ച് ഓഫ് മോഷൻ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. 2, 3 മടക്കി നിവർത്തി, 4, 5 ശ്വാസം എടുത്തുകൊണ്ട് നേരെ വിട്ടുകൊണ്ട് റിലീസ് ചെയ്യും, 6, 7, 8, 9 and 10. റിലീസ് ചെയ്തു. എതിർവശം ഇടത് കാല് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഇനി ഇങ്ങനെ പിടിക്കാൻ കുറച്ച് ആൾക്കാർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും ഒരു ബെൽറ്റോ മറ്റോ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെൽറ്റോ അല്ലെങ്കിൽ ഒരു ഷോളോ മറ്റോ പിടിച്ച് നമുക്ക് ആ ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് കാണിക്കുന്നത്. കൈകൾ ഫിംഗേഴ്സ് ഇൻ്റർലോക്ക് ചെയ്തു. ഇടത് കാൽമുട്ടിന് താഴെയായിട്ട് വരുന്ന രീതിയിൽ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. അല്പം ഒന്ന് കാല് മുട്ടുമടക്കി, അതായത് താഴെ പതിച്ചല്ല വെച്ചേക്കുന്നത്, ഉയർന്നാണ് ഇരിക്കുന്നത് കാല്. ദെൻ ഇൻഹേൽ, നേരെ എക്സേൽ, ഫോൾഡ് ചെയ്തു. 2, 3, 4, 5, 6, 7, 8, 9 and 10. ഓക്കെ, ദെൻ റിലീസ് ചെയ്തു. ഒരു നിമിഷം ഒന്ന് റിലാക്സ് ചെയ്തോളൂ. കാലുകളൊന്ന് അകത്തി, കൈകൾ രണ്ടും പിറകിലായിട്ട് കുത്തി വെച്ചു, തല പിറകിലോട്ട് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിലാക്സ് ചെയ്യുക ശിഥില ദണ്ഡാസനയിൽ. ഓക്കെ, ഇനി ഇത്രയും കൗണ്ട് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലാത്തവരാണെങ്കിൽ 2-3 കൗണ്ട് നിങ്ങൾ ചെയ്യുക. ദെൻ ബ്രേക്ക് എടുക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതും പ്രത്യേകം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ലെഗ് റേസിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മലന്ന് കിടക്കുക, കംഫർട്ടബിളായിട്ട്. ഇടത് കാല് മുട്ട് മടക്കി വെച്ചിട്ടുണ്ട്. വലത് കാല് ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് മുകളിലേക്ക് ഉയർത്തി ഫ്ലെക്സ് ചെയ്യുക. കാൽവിരൽ നമ്മുടെ ശരീരത്തിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ പോയിൻ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ മുന്നിലേക്ക് പോയിൻ്റ് ചെയ്തിരിക്കട്ടെ. ദെൻ എക്സേൽ, താഴേക്ക് റിലീസ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ, ഉയർത്തി കാൽവിരൽ ശരീരത്തിലോട്ട് നമ്മളോട് ഫ്ലെക്സ് ചെയ്യുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ദെൻ എക്സേൽ, റിലീസ്. ഇൻഹേൽ, എക്സേൽ, റിലീസ്. ഇൻഹേൽ, കാലുയർത്തി കാലിൻ്റെ വിരൽ ശരീരത്തോട് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ വെച്ചു. കാല് താഴ്ത്തി റിലീസ് ചെയ്തു. തൈ മസിൽസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ സമയത്ത് ചെയ്യുമ്പോൾ. നമുക്ക് 2 തവണ കൂടി ചെയ്യാം. ഇൻഹേൽ, ഉയർത്തി കാലിൻ്റെ വിരൽ ഫ്ലെക്സ് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പോയിൻ്റ് ചെയ്ത് വെച്ചു. ദെൻ റിലീസ് ചെയ്തു, റിലാക്സ് ചെയ്തു. ഒരു തവണ കൂടി ലാസ്റ്റ് കൗണ്ട്. ഇതിൽ ഒരു 5 to 10 ബ്രെത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 മുതൽ 10 സെക്കൻഡ്സ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു പോസ് ചെയ്യുമ്പോൾ ചെയ്യാൻ നമുക്ക് ഇൻഹേൽ 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. റിലീസ് ആൻഡ് റിലാക്സ്. ഓക്കെ, എതിർവശം കൊണ്ട് ചെയ്യാം. അപ്പോൾ വലത് കാല് ഞാൻ മുട്ടുമടക്കി വെച്ചിട്ടുണ്ട്. ഇടത് കാലുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇടത് കാല് ഉയർത്തി 45 ഡിഗ്രീസ് ഉയർത്തിയാൽ മതി. കാലിൻ്റെ വിരൽ പോയിൻ്റ് ചെയ്തു അകത്തേക്ക്.
ദെൻ എക്സേൽ, റിലീസ് ചെയ്തു. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ ആൻഡ് എക്സേൽ. തേർഡ് റൗണ്ട്. ഇൻഹേൽ, exhale, inhale, exhale, down. Inhale, exhale, release. Inhale and exhale, release. 5 to 10 counts അവിടെ മെയിൻറ്റെയിൻ ചെയ്യാം. പൊസിഷനിൽ ഇൻഹേൽ ചെയ്ത് ഉയർത്തി ഫ്ലെക്സ് ചെയ്തു. 1 2 3 4 5 6 7 8 9 and 10. Release and relax. കാലുകളകത്ത് ഒരു നിമിഷം ഒന്ന് റിലാക്സ് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പവനമുക്താസനയാണ്. പക്ഷേ നീ പെയിൻ ഉള്ളവർ ചെയ്യുമ്പോൾ അത് ഇത്തിരി കൂടി കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ. ഒരു വേരിയേഷനിലാണ് ചെയ്യുന്നത്. കാലുകൾ മുട്ടുമടക്കി, ദെൻ കൈ നമ്മൾ കാൽമുട്ടിന് മുകളിലല്ല വെക്കുന്നത്, ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഈ കാൽമുട്ടിന് താഴെയായിട്ട് വരുന്ന രീതിയിലാണ് വെക്കുന്നത്. ദെൻ നന്നായിട്ട് വയറാൻ വരുന്ന രീതിയിൽ വെക്കാം. തല ഉയർത്തണമെന്ന് നിർബന്ധമില്ല. നോർമൽ ബ്രീത്തിങ്ങിൽ അവിടെ മെയിൻറ്റെയിൻ ചെയ്തോളൂ. 1 2 3 4 and 5. ഇനി കാലുകളൊന്ന് ഈ കാല് മുകളിലേക്ക് ഉയർത്താൻ ട്രൈ ചെയ്യുക, അങ്ങനെ പിടിച്ചുകൊണ്ട്. ദെൻ താഴേക്ക്. റിപ്പീറ്റ് ചെയ്യാം. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, പറ്റുന്ന പോലെ മതി. എക്സേൽ ഡൗൺ. അഗൈൻ ഇൻഹേൽ അപ്പ്, exhale down. Once more. Inhale up, exhale down. Release ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡ്. നീ പെയിൻ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് മടക്കി കൈകൊണ്ട് കാൽമുട്ടിന് അടിയിലായിട്ട് പിടിക്കുന്ന രീതിയിൽ, വയറമരുന്ന രീതിയിൽ പിടിച്ചു മെയിൻറ്റെയിൻ ചെയ്യുക. 2 3 4 and 5. ശേഷം ഇൻഹേൽ അപ്പ്. ചിലപ്പോൾ ഇത്രേ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ അത്രയും ചെയ്താൽ മതി. ബുദ്ധിമുട്ടില്ലെങ്കിൽ കാല് ഉയർത്താം. എക്സേൽ ഡൗൺ. ഇൻഹേൽ അപ്പ്, exhale down. Inhale up, exhale down. Inhale up, exhale down. Once more. Inhale up, exhale down and release. കാലുകൾ മുന്നിലോട്ട് നീട്ടി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേതുബന്ധാസനയാണ്. സേതുബന്ധാസന ചെയ്യുമ്പോഴും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം കാലുകൾ രണ്ടും മുട്ടുമടക്കി ഉപ്പൂറ്റി ബട്ടക്സിനടുത്ത് വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ കാലുകൾ രണ്ടും മുട്ടുമടക്കി കുത്തി വെക്കുക. ശേഷം കൈകൾ രണ്ടും പാംസ് ഡൗൺവേർഡായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് ഹിപ്പൊന്ന് ഉയർത്തുക. നമ്മൾ സാധാരണ ബാക്ക് മസിൽസിന് വേണ്ടി ചെയ്യുമ്പോൾ എന്തോരം നമുക്ക് ഉയർത്താൻ സാധിക്കുമോ ആ രീതിയിൽ ഉയർത്താനാണ് പറയാറ്. പക്ഷേ ഇവിടെ ബ്രിഡ്ജ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് അല്പം ഉയർത്തുക. ഇൻഹെയിൽ അപ്പ് നമുക്ക് തൈ മസിൽസിലാണ് സ്ട്രെങ്തനിങ് ചെയ്യേണ്ടത്. ഇവിടെ എക്സേൽ ഡൗൺ. റിപ്പീറ്റ്. ഇൻഹെയിൽ അപ്പ്, അല്പം ഉയർത്തിയാൽ മതി. എക്സേൽ ഡൗൺ. ഇൻഹെയിൽ അപ്പ്, exhale down. Inhale up, exhale down. Inhale up, exhale down. അടുത്തത് ഒരു 10 സെക്കൻഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇൻഹേൽ അപ്പ്, കുറേ ഉയർത്തണ്ട, അല്പം ഉയർത്തിയാൽ മതി. 1 2 3 4 5 6 7 8 9 and 10. Release and relax. ഒരു തവണ കൂടി. ഇൻഹേൽ അപ്പ്. 1 2 3 4 5 6 7 8 9 and 10. Release. കാലുകളകത്തി റിലാക്സ് ചെയ്യാം. കാലുകളകത്തി, കൈകളകത്തി ശരീരത്തെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നിങ്ങൾക്ക് ശവാസനയിൽ റിലാക്സേഷൻ ചെയ്യാവുന്നതാണ്.
ശേഷം ആവശ്യത്തിന് റിലാക്സേഷൻ ശേഷം നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാം. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ടേൺ ചെയ്തിട്ട് നമുക്ക് എഴുന്നേറ്റിരിക്കുന്ന സ്ഥിതിയിലോട്ട് വരാവുന്നതാണ്. ഇവിടെ പരിചയപ്പെടുത്തിയ പ്രാക്ടീസസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും റേഞ്ച് ഓഫ് മോഷൻ എന്തോരമാണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്തോരമാണോ നിങ്ങൾക്ക് ഉയർത്താനും താഴ്ത്താനും എല്ലാം പറ്റുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ശരീരത്തിൽ എന്തോരം സാധിക്കുമോ ആ രീതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക. ഗ്രാജുവലി നമുക്ക് കൗണ്ട് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്. അതേപോലെ നമ്മളുടെ ഫ്ലെക്സിബിലിറ്റിയും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ്. നീ പെയിൻ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടി അവർ ട്രൈ ചെയ്യുക. നമ്മുടെ വെയിറ്റ് ബിയറിംഗ് ആയിട്ടുള്ള ജോയിൻ്റാണ് നമ്മുടെ നീ ജോയിൻറ്റ്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിലീഫിനായിട്ടുള്ള പ്രാക്ടീസസ് നമ്മുടെ യോഗയിലാണെങ്കിൽ പ്രാണായാമങ്ങളും മെഡിറ്റേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് കാലത്തും വൈകിട്ടുമായിട്ട് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓരോന്നും റിപ്പീറ്റ് ചെയ്യേണ്ട പ്രാക്ടീസ് ആണെങ്കിൽ ഒരു 10 കൗണ്ടെങ്കിലും മിനിമം ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഈവനിങ്ങും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത് ഒരു 5 ബ്രെത്ത് മുതൽ 10 ബ്രെത്ത് വരെ, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ നോർമൽ ബ്രീത്തിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ശ്രമിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോരമാണോ നിങ്ങളുടെ ശാരീരികാവസ്ഥ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്ത് പതിയെ കൗണ്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇതുപോലുള്ള യോഗ റിലേറ്റഡ് വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനടുത്ത് വരുന്ന ബെല്ലൈക്കനും അതിനടുത്ത് ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. തന്നെ നമ്മൾ ഓൺലൈൻ യോഗ സെഷൻസ് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലൂടെ മെസ്സേജിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നമസ്തേ.